നമസ്കാരം. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാരത്തിന് മുന്നേ ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും തലയെടുക്കണം. ഇതിനായി വമ്പൻ ഓഫറാണ് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ആരാണോ പരമോന്നത നേതാവിനെ വധിച്ചത് അവരുടെ രക്തം കാണാനാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. അതാണ് വമ്പൻ ഓഫറുമായി ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നതിന്റെ പ്രധാന കാരണം. ഇറാനിലെ വരാമിൻ നഗരം കേന്ദ്രീകരിച്ച് നടന്ന ഭരണകൂട അനുകൂലികളുടെ റാലിയിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന പ്രഖ്യാപനമായിരുന്നു ഇത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയോ വധിക്കുന്നവർക്ക് 100 കിലോ സ്വർണം പ്രതിഫലമായി നൽകുമെന്നാണ് റാലിയിലെ സംഘാടകർ പരസ്യമായി പ്രഖ്യാപിച്ചത്. വരാമിൻ നിവാസികളുടെ വക സമ്മാനമാണ് ഇതെന്നാണ് അവരുടെ അവകാശവാദം. റാലിയിൽ പങ്കെടുത്തവർക്കിടയിൽ ഈ പ്രഖ്യാപനം വലിയ ആവേശമുണ്ടാക്കിയെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ ഇത് വലിയ ചർച്ചകൾക്കാണ് വഴി തുറക്കുന്നത്. രണ്ട് പ്രധാന ലോക നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ള ഇത്തരം ആഹ്വാനങ്ങൾ പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷാവസ്ഥയുടെ ആഴം വ്യക്തമാക്കുകയാണ്. റാലിയിൽ സംഘാടകൻ ഈ സമ്മാനത്തുക പ്രഖ്യാപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. ഇറാൻ ഭരണകൂടത്തോട് അടുത്ത നിലപാട് സ്വീകരിക്കുന്നതിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ പ്രഖ്യാപനം അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ സങ്കീർണമാക്കുന്നു എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. നേരത്തെ തന്നെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ അന്താരാഷ്ട്ര വേദികൾ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. വരാമിൻ നിവാസികൾ എന്ന പേരിൽ നടത്തിയ ഈ പ്രഖ്യാപനം പ്രാദേശിക തലത്തിൽ പിന്തുണ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണോ എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. എന്തായാലും ആഗോള രാഷ്ട്രീയത്തിൽ ഗതിവിഗതികളെ മാറ്റാൻ ശേഷിയുള്ളതാണ് ഇത്തരം പ്രകോപനപരമായ പ്രഖ്യാപനങ്ങൾ. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളിൽ അദ്ദേഹത്തിന്റെ മകൻ മുസ്തഫ ഖമേനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞേക്കില്ല എന്നാണ് റിപ്പോർട്ട്. അതായത് ഇസ്രയേലുമായുള്ള സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ ഭീഷണി കണക്കിലെടുത്താണ് ഈ തീരുമാനമെന്നാണ് നിലവിലെ വിവരം. ഇറാൻ പരമോന്നത നേതാവിന്റെ ഇന്ത്യയിലെ പ്രതിനിധിയായ ആയത്തുള്ള ഹക്കീം ഇലാഹി വ്യക്തമാക്കിയിരിക്കുകയാണിത്. എന്തായാലും ഇസ്രയേലുമായുള്ള തർക്കം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ മുസ്തഫ ഖമേനിയുടെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത് അതീവ അപകടകരമെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകുന്ന വിലയിരുത്തൽ. ജനങ്ങളെ നേരിട്ട് കാണാൻ മുസ്തഫ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും സുരക്ഷാ ക്രമീകരണങ്ങൾ അനുവദിക്കാത്തതിനാൽ അദ്ദേഹം ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിന്നേക്കാം. എന്തായാലും അലി ഖമേനിക്ക് അവസാനമായി ആദരാഞ്ജലി അർപ്പിക്കാൻ ആയിരക്കണക്കിന് ആളുകളും പ്രമുഖരും ടെഹ്റാനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഖമേനിയുടെ മരണം ഇറാൻ ജനതയ്ക്ക് നികത്താനാകാത്ത നഷ്ടമാണെന്നും തങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെട്ട അവസ്ഥയിലാണെന്നും ജനങ്ങൾക്കെന്നും ആയത്തുള്ള ഇലാഹി വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കയുമായും ഇസ്രയേലുമായി ഇറാൻ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയ സാഹചര്യത്തിലായിരുന്നു പരമോന്നത നേതാവിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. എങ്കിലും ഇത്തരം പ്രതിസന്ധികൾക്കിടയിലും രാജ്യം മുൻപത്തേനേക്കാൾ കരുത്താർജിച്ചു എന്ന് ഏത് വെല്ലുവിളിയും നേരിടാൻ സജ്ജമാണെന്നും ലാഹി വ്യക്തമാക്കുന്നുണ്ട്. അലി ഖമേനിയുടെ മരണത്തിന് പിന്നിലെ പശ്ചിമേഷ്യൻ ഭൗമരാഷ്ട്രീയത്തിലെ സാഹചര്യങ്ങൾ സങ്കീർണമായി തുടരുന്നതിനിടയിലാണ് ഇറാന്റെ ഈ നീക്കം ലോകം ഉറ്റുനോക്കുന്നത്.